ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്മാർട്ട് സ്റ്റഡി പ്ലാൻ. കേരള PSC PYQ മോക്ക് ടെസ്റ്റ് സീരീസിൻ്റെ എപ്പിസോഡ് 22 ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു മോക്ക് ടെസ്റ്റിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് 2026 PSC നടത്തിയ എക്സാംസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് ജർമ്മൻ മിഷണറി ഹെർമൻ ഗുണ്ടർട്ട് എഴുതിയ പുസ്തകം അല്ലാത്തത്? ആൻസർ ഓപ്ഷൻ എ, കേരള സമാചാരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1615 കോഴിക്കോട് സന്ദർശിച്ച ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ ആരാണ്? ആൻസർ ഓപ്ഷൻ സി, ക്യാപ്റ്റൻ വില്യം കീലിംഗ് ആണ് കോഴിക്കോട് സന്ദർശിച്ച ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യ സമര കാലത്ത് ലണ്ടനിലെ ഇന്ത്യൻ ഓഫീസിലെ ഉദ്യോഗസ്ഥനായിരുന്ന കഴ്സൺ വില്ലിയുടെ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരായ പ്രതിഷേധമായി അദ്ദേഹത്തെ വധിച്ചത് ആരാണ്? ML ഡിംഗ്രയാണ് കഴ്സൺ വില്ലിയെ വധിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1688 മഹത്തായ വിപ്ലവ കാലത്ത് ഇംഗ്ലണ്ടിലെ രാജാവ് ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ഡി, ജെയിംസ് രണ്ടാമൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം സ്വാതന്ത്ര്യ പ്രഖ്യാപനം ആരാണ് തയ്യാറാക്കിയത്? ആൻസർ ഓപ്ഷൻ ബി, തോമസ് ജെഫേഴ്സൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 ഒളിമ്പിക് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിന് വേദിയായ നദി ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, സീൻ നദിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിഗ്നൽ ശക്തിയിലെ വ്യത്യാസങ്ങളോടുള്ള റിമോട്ട് സെൻസിംഗ് ഡിറ്റക്ടറിന്റെ സംവേദനക്ഷമത ഇനി പറയുന്ന സെൻസർ സവിശേഷതകളിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, റേഡിയോമെട്രിക് റെസൊല്യൂഷൻ. അടുത്ത ചോദ്യം നോക്കാം. മധ്യ ഉയര മേഘങ്ങൾക്ക് താഴെ പറയുന്ന ജോഡികളിൽ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ സി ആണ്, ഓൾട്ടോ സ്ട്രാറ്റസും ഓൾട്ടോ ക്യൂമുലസും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ധോലധാർ ശ്രേണി ഹിമാലയത്തിലെ ഏത് ഡിവിഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? ഓപ്ഷൻ ബി, മധ്യ ഹിമാലയങ്ങളാണ് ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം, ഗണ്ഡക് നദീ പദ്ധതി സംയുക്തമായി നടപ്പിലാക്കുന്ന ഇനി പറയുന്ന സംസ്ഥാനങ്ങളിൽ ഏതാണ്? ഏതൊക്കെ സംസ്ഥാനങ്ങളാണ്? ഓപ്ഷൻ എ, ബീഹാറും ഉത്തർപ്രദേശുമാണ്. കേരളത്തിലെ താഴെ പറയുന്ന ഏത് ജില്ലകളിലാണ് മേസ ഭൂരൂപങ്ങൾ നന്നായി വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ, കണ്ണൂർ, കാസർഗോഡ്. അടുത്ത ചോദ്യം, അടുത്തിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഏതു സംസ്ഥാനത്താണ് ബഞ്ചാര വിരാസത് മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത്? ആൻസർ ഓപ്ഷൻ ബി, മഹാരാഷ്ട്രയിലാണ് ഉദ്ഘാടനം ചെയ്തത്. അടുത്ത ചോദ്യം, ഒന്നാം പഞ്ചവത്സര പദ്ധതി അടിസ്ഥാനമാക്കിയുള്ള മാതൃക ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഇവയൊന്നുമല്ല. യഥാർത്ഥത്തിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ഹാരോഡ് ഡോമർ മാതൃകയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അടുത്ത ചോദ്യം നോക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ്? ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ്. അടുത്ത ചോദ്യം, ₹1 നോട്ടിൽ ആരുടെ ഒപ്പാണ് ഉള്ളത്? ആൻസർ ഓപ്ഷൻ എ, ധനകാര്യ സെക്രട്ടറിയുടെ ഒപ്പാണുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സർവോദയ പദ്ധതിയുടെ വക്താവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഇവയൊന്നുമല്ല. യഥാർത്ഥത്തിൽ ജയപ്രകാശ് നാരായൺ ആണ് സർവോദയ പദ്ധതിയുടെ വക്താവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ചിനെ സംബന്ധിച്ചിടത്തോളം താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഇത് കാർഷിക ഗവേഷണ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്നു. മുമ്പ് ഇംപീരിയൽ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് എന്നറിയപ്പെട്ടിരുന്നു. 1929 ഇത് സ്ഥാപിതമായി. തന്നിരിക്കുന്ന 3 പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ചോദ്യം, NBFC എന്നാൽ എന്താണ്? NBFC എന്നാൽ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് ഭരണഘടനാ ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കപ്പെടുന്നത്?
ആൻസർ ഓപ്ഷൻ സി ആണ്. 42ാമത് ഭേദഗതിയെയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ഏത് പ്രദേശത്തും താമസിക്കാനും സ്ഥിരതാമസമാക്കാനുമുള്ള സ്വാതന്ത്ര്യം ഇനി പറയുന്നവയിലൂടെ ആകുന്നു? അത് ഏതാണ് ആർട്ടിക്കിൾ? ആർട്ടിക്കിൾ 19(1)(e)ലാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അവശിഷ്ട അധികാരങ്ങൾ ഇവയുടെ കൈകളിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്? കേന്ദ്ര സർക്കാരിന്റെ കീഴിലാണ് അവശിഷ്ട അധികാരങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായി ഒരു ഫെഡറൽ കോടതി ഇനി പറയുന്നവ പ്രകാരം സ്ഥാപിച്ചു? ഏതു പ്രകാരമാണ്? ആൻസർ ഓപ്ഷൻ ബി, 1935 ഇന്ത്യ ഗവൺമെന്റ് ആക്ട് പ്രകാരമാണ്. അടുത്ത ചോദ്യം, 1977 നിയമിതനായ അശോക് മേത്ത കമ്മിറ്റിയുടെ താഴെ പറയുന്ന ശുപാർശകൾ പരിഗണിക്കുക. മുകളിൽ പറഞ്ഞിരിക്കുന്നവയിൽ ഏതാണ് ശരി? താഴെ നൽകിയിരിക്കുന്ന കോഡുകൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. വീഡിയോ ഒത്തിരി ലെങ്തായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രസ്താവനകളൊന്നും വായിക്കാത്തത്. അത് വായിക്കണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് കമന്റ് ചെയ്യുക. എന്നാൽ അടുത്ത ക്ലാസ് മുതൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നിലവിലുള്ള ത്രിതല സംവിധാനത്തിന് പകരം ദ്വിതല പഞ്ചായത്ത് രാജ് സംവിധാനം സൃഷ്ടിക്കാൻ അത് ശുപാർശ ചെയ്തു. ന്യായ പഞ്ചായത്തുകളെ പ്രത്യേക സ്ഥാപനങ്ങളായി നിലനിർത്തണമെന്ന് കമ്മിറ്റി ശുപാർശ ചെയ്തു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളുടെ എല്ലാ തലങ്ങളിലും രാഷ്ട്രീയ പാർട്ടികളുടെ ഔദ്യോഗിക പങ്കാളിത്തം. ജനകീയ മേൽനോട്ടത്തിൽ വികേന്ദ്രീകരണത്തിനുള്ള ആദ്യ തലമായി ജില്ല. തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ 26ാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഗ്യാനേഷ് കുമാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രകൃതി നീതിയുടെ തത്വം പ്രധാനമായും ഇവ ഉറപ്പാക്കുന്നു? എന്തൊക്കെയാണ് ഉറപ്പാക്കുന്നത്? നിയമത്തിന് മുന്നിലുള്ള തുല്യത, ന്യായമായ വാദം കേൾക്കലും പക്ഷപാതത്തിന്റെ അഭാവവും. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉം ശരി. അപ്പോൾ ഇന്നത്തെ മോക്ക് ടെസ്റ്റിൽ നമ്മൾ 25 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട. തെറ്റായി പോയ ഉത്തരങ്ങൾ വീണ്ടും പഠിച്ച് ഒന്നുകൂടി മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നതിനേക്കാൾ നല്ലതായിട്ടുള്ള റിവിഷൻ മെത്തേഡ് വേറെ ഒന്നുമില്ല. ഇതിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് റിപ്പീറ്റ് ആയി ചോദിക്കുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ മീറ്റ് ചെയ്യാം. താങ്ക്